മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈലാണ്. എക്സസൈസ് ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ, ഒറ്റ ഇതിനകത്ത് ഇരുന്നുകൊണ്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ ചെന്ന് അവരുടെ ഒരു നടത്തം എന്ന് പറയുന്ന സംഭവം അവരുടെ ഇതില്ല. വണ്ടിയിലായിരിക്കും പോകുന്ന, കോളേജിൽ ചെന്നാലും ജോലിക്ക് ഓഫീസിൽ ചെന്നാലും ഒക്കെ ഈ ബോഡി എക്സസൈസ് നമുക്ക് വളരെ കുറവായിട്ട് വരുന്നത്. പിന്നെ ഈറ്റിംഗ് പാറ്റേൺ, അവര് ഈ പറഞ്ഞ പോലെ ഭക്ഷണ ശൈലികളും ഭക്ഷണ രീതികളും കഴിക്കുന്ന ഭക്ഷണവും വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലത്തെ അസുഖങ്ങളിലേക്ക് കൂടുതൽ നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉറക്കം ഒരു വലിയ ഫാക്ടറാണ്. ഉറങ്ങേണ്ട ആ ഒരു ടൈം ഉണ്ട് നമുക്ക്, ഒരു 11 മണിക്ക് ആവുമ്പോഴത്തേക്ക് മാക്സിമം 11 മണിക്ക് മുമ്പ് ഉറങ്ങിയിരിക്കണം. ആ ഒരു ടൈമിൽ രാവിലെ 4 മണി വരെയുള്ള ഒരു ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർക്ക്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭക്ഷണ രീതി ഇപ്പൊ കൂടുതൽ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ചിലപ്പോൾ പലർക്കും നിവർത്തിയില്ല, പുറത്തുനിന്ന് പല സ്ഥലത്തും ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നു. വേണ്ട ന്യൂട്രീഷൻ അവർക്ക് കിട്ടാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ആ ഫുൾ കെമിക്കൽസ് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ, അതായത് പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചുള്ള സാധനങ്ങൾ കൊണ്ട് വരുന്ന, പിന്നെ ടിൻഡ് ആയിട്ടുള്ള ഫുഡ്, കാൻഡ് ഫുഡ്, പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെയാണ് അവർ കൂടുതൽ ചെല്ലണത്. പിന്നെ ഈ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത് വരുന്ന മീറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ, ഇതെല്ലാം കഴിക്കുമ്പോൾ ഇത് പല അസുഖങ്ങളെ, ഒബേസിറ്റിയിലേക്കും തൈറോയിഡിലേക്കും വേറെ വല്ല അസുഖങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ട് ഇവരുടെ ശരീരത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സ്ട്രെസ് ഒരു വലിയ റീസൺ ആണ് ഇതിന്. അപ്പൊ സ്ട്രെസ് വരുമ്പോഴും ഈ കണ്ടീഷൻസിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തും. ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മാരകമായ, വളരെ ഹാംഫുൾ ആയിട്ടുള്ള അസുഖങ്ങളായ ക്യാൻസർ, തൈറോയിഡ്, ടൈപ്പ് 2 ഡയബറ്റീസിലേക്കൊക്കെ ഈ അവസ്ഥയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ ഒരു PCOSന് വരുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള വേദന പീരിയഡ്സ് ടൈമിൽ ഉണ്ടാവുക. പീരിയഡ്സ് ടൈമിൽ സിവിയർ ആയിട്ടുള്ള വേദന വരിക. ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ്, ഒരിക്കലും സമയത്തിന് വരില്ല, തോന്നിയ പോലെയുള്ള വരവായിരിക്കും അതിന്. ചിലപ്പോൾ കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടാവാം, ഒരു മാസത്തേക്ക് നിർത്താണ്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവാം. ചിലപ്പോൾ ബ്ലീഡിങ്ങേ ഉണ്ടാവാറില്ല, കുറേ മാസത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല. പിന്നെ ഹെയർ ലോസ്, വല്ലാണ്ട് മുടി പോവലും കഷണ്ടി പോലെ ഓട് കാണുന്ന രീതിയിലൊക്കെ മുടി വല്ലാണ്ട് പോണത് ഒരു വല്ലാത്തൊരു റീസൺ ആണത്. ആ ഒരു കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ട് പോയ ഡയബറ്റിക്കും തൈറോയിഡിലേക്കൊക്കെ വരാനുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇതിന് ലോങ് ടൈം യൂസേജ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് അത് പല രീതിയിലും ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഫെർട്ടിലിറ്റി പ്രോബ്ലമും കുറെ സൈഡ് ഇഫക്ട്സും ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ശരിയായ രീതിയിലൊരു ഡയറ്റ്, ഒരു ലൈഫ് സ്റ്റൈല്, എക്സസൈസ് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമുക്ക് വളരെയധികം ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് ബോഡിയെ കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്യണതുണ്ട്. അങ്ങനെ ഫുഡിലും ലൈഫ് സ്റ്റൈൽസിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ഇനി വരുന്ന വീഡിയോയിൽ